ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഒരു ബ്ലൗസ് കട്ടിങ്ങാണ് നമ്മൾ കാണിച്ചു തരുന്നത്. നേരെ വരയ്ക്കുക, 1/2 ഇഞ്ച് തയ്യൽ തുമ്പിടുക. അതിനുശേഷം നമ്മുടെ ലെങ്ത്ത് എത്രയാണോ അത് നമ്മൾ മാർക്ക് ചെയ്യുക. ലെങ്ത്ത് 14.5 അതിൽ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി മാർക്ക് ചെയ്തിട്ട് നമുക്കത് വരച്ചു കൊടുക്കാം. അതായത് നമുക്ക് 15 ഇഞ്ച് നീളത്തിലുള്ള കഷ്ണമായിട്ട് നമ്മൾ മാറ്റിയെടുക്കുകയാണ്. ഇനി നമുക്ക് ഷോൾഡറാണ് മാർക്ക് ചെയ്യേണ്ടത്. ഷോൾഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40 നമ്മുടെ ചെസ്റ്റ്. അതിൻ്റെ 1/6 ഭാഗം 6.5 ഞാൻ മാർക്ക് ചെയ്തു. ഈ 6.5 നമുക്കൊരു നേരെ വരച്ച് കൊടുക്കാം. ഇനി നമ്മുടെ കൈയുടെ കുഴി കൊടുക്കുന്നത്, കൈ ലെങ്ത്ത് കൊടുക്കുന്നത് ഷോൾഡർ എത്രയാണോ അത് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. 6.5 തന്നെയാണ് നമ്മളവിടെ കൊടുക്കുന്നത്. ഈ 6.5 നമ്മൾ മാർക്ക് ചെയ്ത് ഒരു ബോക്സായിട്ട് മാർക്ക് ചെയ്യാം. ഇതൊക്കെ വരച്ച് ചെയ്താലാണ് നമുക്ക് പെട്ടെന്ന് തെറ്റാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണത്. ഇപ്പോൾ ഈ കുഴിയിൽ, ഈ കൈക്കുഴിയുടെ കർവ് വരയ്ക്കാനായിട്ടാണ് നമ്മൾ ഈ 1.25 ഇവിടെ മാർക്ക് ചെയ്യുക. ആ മാർക്ക് ചെയ്തിട്ടിട്ട് വേണം നമുക്കിത് ചെയ്യാനായിട്ട്. ഈ മാർക്ക് വരയ്ക്കുമ്പോൾ നമുക്ക് അവിടെ അതിൻ്റെ നേർരേഖയുടെ പകുതി ആയിരിക്കണം. ഈ ലെങ്ത്തിലാണ് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നത്. നമ്മുടെ ചെസ്റ്റ് 40 കൂടെ 4 കൂട്ടി അതിൻ്റെ 4 ഭാഗം 11, വേസ്റ്റ് 38, അതിൻ്റെ 4 ഭാഗം 8.5, അതിന് നേരെ നമ്മൾ വരച്ച് കൊടുക്കുക. ഈ ചെസ്റ്റ് അളവിൽ കൂടി ചെസ്റ്റ് അളവിലേക്കാണ് നമ്മുടെ കൈക്കുഴി ടച്ച് ചെയ്ത് ചെല്ലേണ്ടത്. അപ്പോൾ നമ്മൾ ഈ വരച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ഇത് നമ്മൾ മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് ഇത് അളന്ന് നോക്കണം. അതിനാദ്യം തന്നെ നമ്മൾ ഷോൾഡർ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ മാർക്ക് ചെയ്തിടുക. അതിന് ശേഷം വേണം നമുക്ക് ആം ഹോള് 9 ഇഞ്ച് അവിടെ കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാനായിട്ട്. 9 ഇഞ്ച് ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് വരച്ച് കൊടുക്കുക. കാണണ വിധത്തിൽ വീഡിയോയ്ക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒന്നുകൂടി വരയ്ക്കണേ. ഇനി നമ്മൾ 1.25 നമ്മൾ മാർക്ക് ചെയ്യാം. 1.25 എടുക്കുന്നവരുണ്ട്. നമുക്ക് 1.25 എടുക്കാം, 1.5 എടുക്കാം, ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് 1.5 എടുക്കാം. ഞാൻ 1.5 എടുക്കുന്നത്. ചില സമയങ്ങളിലൊക്കെ 2 എടുക്കാറുണ്ട്. ഞാനത് 1.5 മാർക്ക് ചെയ്യണു. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. നെക്ക് 2.25 ഞാൻ എടുക്കുന്നത്. 2.25 എടുത്തിട്ട് ഞാനതിനെ നേരെ ഒരു വര താഴേക്ക് കൊടുക്കുകയാണ്. അതിൽ നമ്മൾ കഴുത്തിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 9 ഇഞ്ചിലാണ് ഞാൻ കഴുത്തിറക്ക് എടുക്കുന്നത്. അതിൽ 1/4 ഇഞ്ച് കുറച്ച് 8.25 ഞാൻ അതിനൊരു ബോക്സ് ആക്കുകയാണ്. ആ ബോക്സിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൊള്ളുന്ന ഒരു റൗണ്ടാണ് ഞാൻ കൊടുക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ഒരു 1/2 ഇഞ്ച് കയറ്റിയിട്ടാണ് ഞാനവിടെ 1/2 ഇഞ്ച് ഞാൻ കൊടുക്കുന്നുള്ളൂ. ബാക്കിയെല്ലാനും അവിടെ ഞാൻ കഴുത്തിൻ്റെ വിരിവായിട്ട് കൊടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ 2.25 എന്നുള്ളത് 3.25 എടുത്തിട്ട് ഇപ്പുറത്തേക്ക് നീക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് വിരിവ് കൂട്ടണമെങ്കിൽ കൂട്ടാട്ടോ. എനിക്ക് ഇത് മതി, അത് കാരണം ഞാൻ അങ്ങനെ തന്നെ ചെയ്യണം. ഇത് എൻ്റെ ബ്ലൗസാണ്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഈ വരവയിൽ കൂടി തന്നെ കട്ട് ചെയ്ത് പോവുക. പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്തണ്ട, അങ്ങനെ തന്നെ ഇതിന് കട്ട് ചെയ്യുക. കൈ ക്യാമറയിൽ ഇത് വരുമെന്ന് പേടിച്ചിട്ടാണ് ഇങ്ങനെ ആദ്യമായിട്ട് ചെയ്യണതല്ലേ. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഉണ്ടാവട്ടെ, എല്ലാവരും ക്ഷമിക്കുക. ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. എനിക്കറിയില്ല ഇതെങ്ങനെ ചെയ്യണമെന്നൊക്കെ. എന്നാലും ഞാനൊന്ന് എന്നെക്കൊണ്ട് പറ്റണോടെ ചെയ്ത് നോക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് എന്നെ പ്രോത്സാഹിപ്പിക്കുക. എനിക്കറിയണ വിധത്തിലല്ല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇനി കൈക്കുഴി എനിക്ക് കഴുത്ത് കൂടുതലുള്ളതായിരുന്നു. ഞാൻ അവിടെ ഒരു 1/2 ഇഞ്ച് ഞാനൊന്ന് ചെരിച്ച് വിട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ കഴുത്ത് 9 ഇഞ്ച് ഇറക്കണ്ടല്ലോ. അപ്പം നമ്മുടെ ഷോൾഡർ ഇങ്ങനെ ഊരി പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനതൊരു 1/2 ഇഞ്ച് ചെരിച്ച് ഞാൻ അതിനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഷോൾഡർ 1/2 ഇഞ്ച് കുറഞ്ഞൊക്കെയാണ്. ഇനി നമുക്ക് ഫ്രണ്ട് വെട്ടാനായിട്ട് ഇതിൻ്റെ തിരിച്ച് തുണിയിടുക. നമ്മൾ ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്തത്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം നമുക്ക് അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ഇത് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.